നമസ്കാരം. യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു ഭിന്നശേഷിക്കാരനെ SFI വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് മന്ത്രിക്ക് പരാതി കിട്ടിയിട്ടില്ല, പോലീസിന് പരാതി കിട്ടിയിട്ടില്ല, ആർക്കും പരാതി കിട്ടിയിട്ടില്ല, ഒരു പരാതിയും എവിടെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നടപടി എടുത്തിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല, അന്വേഷിക്കുകയാണ്. കണ്ടെത്തുണ്ടെങ്കിൽ നോക്കാമെന്ന് മന്ത്രി അതുപോലെ ഭിന്നശേഷി വകുപ്പ് എല്ലാം പറയാം. SFIന്റെ മർദ്ദനങ്ങൾ അങ്ങനെ ആരും കണ്ടതുമില്ല, കേട്ടതുമില്ല, ആരും അറിയില്ല. വാർത്ത ഞാനൊന്ന് വായിക്കാം. യൂണിവേഴ്സിറ്റി കോളേജിൽ ഭിന്നശേഷിക്കാരന് മർദ്ദനമേറ്റ സംഭവത്തിൽ പരാതി ലഭിച്ചില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. ഭിന്നശേഷി കമ്മീഷനും ഇക്കാര്യത്തിൽ പരാതി ലഭിച്ചിട്ടില്ല എന്നും വിഷയം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും ബിന്ദു വ്യക്തമാക്കി. ഭിന്നശേഷിക്കാരനായ പൂവച്ചൽ പെരുങ്കുളം മൂഴിക്കൽ വീട്ടിൽ മുഹമ്മദ് അനസിനാണ് SFI നേതാക്കളുടെ മർദ്ദനം നേരിടേണ്ടി വന്നത്. രണ്ടു കാലിലും വിരലുകളില്ലാത്ത, ഇടത്തെ കാലിൽ സ്വാധീനക്കുറവുള്ള, നടക്കുമ്പോൾ മുടന്തുള്ള വിദ്യാർത്ഥിയാണ് അനസ്. തിങ്കളാഴ്ച വൈകിട്ട് 3:30 യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നേതാക്കൾ അനസിനെ മർദ്ദിച്ചത്. ഈ വാർത്ത ഇത്രയുമാണ്. നമുക്ക് സിദ്ധാർത്ഥിന്റെ കാര്യം അറിയാലോ. സിദ്ധാർത്ഥ് എറണാകുളം വരെ വന്ന ഒരു വിദ്യാർത്ഥിയാണ്. അതായത് പൂക്കോട് കോളേജിൽ നിന്ന് അയാളെ വീട്ടിലേക്ക് പോയതാണ്. എറണാകുളം വരെ എത്തിയ ആളെയാണ് തിരിച്ചു വിളിച്ചത്. എന്നിട്ട് തിരിച്ചു വിളിച്ചിട്ട് കൊന്നുകളഞ്ഞു നിഷ്കരണം. ആ SFIയിലെ പ്രതികളെ, ഗുണ്ടകളെ ഇന്ന് വരെ നമ്മുടെ സർക്കാർ സംരക്ഷിച്ചു വരികയാണ്. അങ്ങനെ സംരക്ഷിച്ചു വരുന്ന SFIയുടെ സ്വന്തം ആൾക്കാരെ സംരക്ഷിച്ചു വരുന്ന സർക്കാർ ഈ അംഗപരിമിതിയുള്ള ഈ പാവത്തിനെ മർദ്ദിച്ച ആൾക്കാരുടെ പേരിൽ എന്തെങ്കിലും നടപടി എടുക്കും തോന്നുന്നുണ്ടോ? വാർത്ത ഇങ്ങനെ തുടരാണ്. മർദ്ദനം അതിരുവിട്ടതോടെയാണ് അനസ് പോലീസിനെ സമീപിച്ചത്. നാട്ടിൽ DYFI യൂണിറ്റ് അംഗമാണ്. ബെസ്റ്റ് SFIയുടെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് യൂണിറ്റ് അംഗവുമാണ് അനസ്. എന്ന് പറഞ്ഞാൽ SFI കാരനാണെന്ന്. കാൽ വയ്യാത്ത അനസിനെ കോളേജിലെ യൂണിറ്റ് നേതാക്കൾ കൊടികെട്ടാനും മറ്റു ജോലികൾക്കും നിയോഗിക്കുമായിരുന്നു. പണം പിരിച്ച് നൽകുകയും വേണം. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതോടെയാണ് യൂണിയൻ ഓഫീസിൽ വിളിച്ചു വരുത്തി മർദ്ദനം തുടങ്ങിയതെന്ന് അനസ് പറയുന്നു. അപ്പോൾ മന്ത്രി പറഞ്ഞത് കളവല്ലേ? ഈ പറഞ്ഞ ഭിന്നശേഷി വകുപ്പും അവർ പറഞ്ഞത് കളവല്ലേ? പോലീസിനെ സമീപിച്ച് പരാതി അനസ് പറഞ്ഞിട്ടുണ്ട്. ആള് മര്യാദയ്ക്ക് നടക്കാൻ കഴിയില്ല, വിരലില്ല, അതുകൊണ്ട് തന്നെ കൊടി കെട്ടാൻ വേണ്ടി മരത്തിൽ കയറാൻ പറ്റൂല, പിന്നെ പണപ്പിരിവും കൊടുക്കണം. അതായത് SFI നേതാക്കൾ പറയുന്നത് അപ്പടി അനുസരിച്ച് വേണമെങ്കിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കോളേജിൽ പഠിച്ചോളണം. ഇല്ലാന്നുണ്ടെങ്കിൽ നടത്തും, ഇടിമുറി കയറ്റും, ഇടിക്കും. ഇവിടെ അനസ് എന്ന് പറയുന്ന ഒരാളെ, ആൾ അംഗപരിമിതനാണ്, പ്രയാസമുള്ളവനാണ് എന്ന യാതൊരു പരിഗണനയും കൂടാതെയാണ് SFI നേതാക്കൾ മർദ്ദിച്ചു. അവർ മർദ്ദിക്കും. കാരണം ഇതേ ഒരു വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതേ വിഷയം നമ്മുടെ പൂക്കോട് വെറ്ററിനറി കോളേജിലും പറഞ്ഞിരുന്നു. അവിടെയും ഇതുപോലെ ഒരു അംഗപരിമിതനായ ഒരാൾ ഈ SFI കാരുടെ, ഈ ഗുണ്ടകളുടെ മർദ്ദനം സഹിക്കാൻ വയ്യാതെ പഠിപ്പ് നിർത്തിയത് ഈ സിദ്ധാർത്ഥിന്റെ മരണസമയത്ത്, സിദ്ധാർത്ഥിനെ കൊന്ന സമയത്തുണ്ടല്ലോ, ആ സമയത്ത് പല വാർത്തകളിൽ അയാൾ വന്ന് പറഞ്ഞിരുന്നു, പല ചാനലുകളിലും പറഞ്ഞിരുന്നു. അത് ഒരു അംഗപരിമിതനായിരുന്ന തന്നെ വളരെ ക്രൂരമായി ഇവർ മർദ്ദിച്ചിരുന്നു. അങ്ങനെ സഹിക്കാൻ വയ്യാതെ, ഒരു നിവൃത്തിയുമില്ലാതെ താൻ പഠനം നിർത്തിയെന്ന്. ഇനി ഞാനവരുടെ പേര് ഇവിടെ പറഞ്ഞിട്ട് ഇനി SFIക്കാർ തെരഞ്ഞു പോയിക്കൊണ്ട് വീണ്ടും മർദ്ദിക്കാൻ നിൽക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഈ വാർത്ത ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇവിടെ അംഗപരിമിതനാണോ ആരാണോ ഒരു നോട്ടം ഇല്ല. ആരായാലും ശരി അടിച്ചു ഊറക്കിടും. SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോലെ നിന്നോണം. അതുപോലെ പണം പിരിച്ചുകൊണ്ട് കൊടുത്തോണം. കയ്യോ കാലോ ഇല്ല, അല്ലെങ്കിൽ കൈക്കും കാലം സ്വാധീനമല്ല, അതൊന്നും പറയേണ്ട ആവശ്യമില്ല. മരത്തെ കയറാൻ പറഞ്ഞാൽ കയറണം, കൊടി കെട്ടാൻ പറഞ്ഞാൽ കൊടി കെട്ടണം, പണം പിരിക്കാൻ പറഞ്ഞാൽ പണം പിരിക്കണം. എന്താ പറയുന്നത് വെച്ചാൽ അത് അക്ഷരം പ്രതി കേട്ടോണം. ഇല്ലെങ്കിൽ ഇടിമുറി കയറ്റും, നല്ല പടപടയ്ക്കും. സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാൽ മതി. ഭിന്നശേഷിക്കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. SFI നേതാക്കളെ പേടിച്ച് മർദ്ദനമേറ്റ മുഹമ്മദ് അനസ് ബുധനാഴ്ചയും കോളേജിൽ പോയില്ല. മർദ്ദനത്തിൽ തലയ്ക്കും ശരീരത്തിലും ക്ഷതമേറ്റിട്ടുണ്ട്. ഈ മന്ത്രി എന്തിനാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ബിന്ദു എന്തിനാണ് നുണ പറയുന്നത്? ഭിന്നശേഷി വകുപ്പും എന്തിനാണ് നുണ പറയുന്നത്? ഇവിടെ കന്റോൺമെന്റ് പോലീസിൽ കേസ് എടുത്തിട്ടുണ്ടല്ലോ, പരാതി കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ പരാതി കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് എന്തിനാണ്? SFI നേതാക്കളായതുകൊണ്ടാണോ? SFI നേതാക്കന്മാർക്ക് എന്തും ചെയ്യാമെന്നാണോ? അപ്പൊ ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ യദുവൊക്കെ പഠിച്ച സ്ഥലമാണ്. ഇത് പറയാറുണ്ട് അവിടെ SFI മാത്രമേ ഉള്ളൂ എന്ന്. അവിടെ ഈ കോളേജ് എന്തിനാ? SFI ഗുണ്ടകളെ വളർത്താൻ വേണ്ടിയിട്ടുള്ളതോ അതോ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ? എന്തിനാണ്? അവിടെ SFI ഗുണ്ടകൾ ആക്രമിച്ചിട്ടുള്ള ഒരാളെ പരാതി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ആ കേസ് അന്വേഷിച്ചില്ല, ഒരു പരാതി ഒന്നും നോക്കിയിട്ടില്ല എന്നാ മന്ത്രി പറയുന്നത് അങ്ങനെ. ഇതേ പത്രവാർത്ത പറയണത്
ഭിന്നശേഷിക്കാരനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്താണ് ഇനി പറയുന്നത് നോക്കൂ. പാർട്ടി ഒപ്പമുണ്ടെന്നും കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി വി ജോയ് അനസിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതുവരെ സംഭവത്തിൽ നടപടിയെടുക്കാൻ SFI നേതൃത്വം തയ്യാറായിട്ടില്ല. പാർട്ടിയും SFIയും അല്ല, തങ്ങളാണ് കോളേജിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന് പറഞ്ഞാണ് യൂണിറ്റ് നേതാക്കൾ തന്നെ ഭീഷണിപ്പെടുത്തിയതെന്ന് അനസ് പറയുന്നു. പോലീസ് കോളേജിലെത്തി തെളിവുകൾ ശേഖരിക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. പരാതിയുടെ രൂക്ഷത മനസ്സിലാക്കി പരാതി ലഭിച്ച ഉടൻ തന്നെ കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ പ്രതികളെ പിടികൂടാനുള്ള ശക്തമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന ആരോപണമുണ്ട്. പിടികൂടൂല, ഒന്നും ചെയ്യില്ല. ഒരുത്തനെ തല്ലിക്കൊന്ന് എന്ന് പറഞ്ഞാൽ 3 ദിവസം പട്ടിണിക്കെട്ട് അടിവസ്ത്രത്തിൽ പോലും നിർത്തി തല്ലിക്കൊന്ന് വെള്ളം പോലും കൊടുക്കാതെ കെട്ടിത്തൂക്കി ഇട്ട് ഒരു കാര്യം ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല. പിന്നെയാണിത് നവീൻ ബാബു എന്ന് പറഞ്ഞ ഒരു ജില്ലേൻ്റെ ഒരു ചുമതലയുള്ള ഒരു വ്യക്തി, ADM, ഒരു മജിസ്ട്രേറ്റിൻ്റെ പദവിയിലിരിക്കുന്ന ഒരാൾ, അങ്ങനെ ഒരാളെ നശിപ്പിച്ചിട്ട് അവർ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഒരു പേട്ട് പയ്യൻ പിന്നെ ഇപ്പോൾ അങ്ങ് ചെയ്യും. പാർട്ടി ഒപ്പമുണ്ടത്രേ. പാർട്ടി ഒപ്പമുള്ളത് നവീൻ ബാബുവിൻ്റെ കേസിലും പറഞ്ഞിരുന്നു പാർട്ടി ഒപ്പമുണ്ടെന്നുള്ളത്. എന്നിട്ട് എന്തായി? ഇപ്പോൾ പറയുക CBI അന്വേഷണം വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ അന്വേഷിച്ച് റിപ്പോർട്ട് തരാം, അത് തന്നെ മതി, തൽക്കാലം അതുകൊണ്ട് സാഹചര്യം അടഞ്ഞു എന്ന്. എനിക്കറിയാൻ വയ്യാത്തത് എന്തിനാണ് ഈ CPMൻ്റെയും ഇതുപോലെ SFIൻ്റെയൊക്കെ മൂടും താങ്ങിയിട്ട് ബാക്കി പിണിയാളുകളായിട്ട് നിൽക്കുന്നത്? ഈ നവീൻ ബാബുവിൻ്റെ കുടുംബം ഉണ്ടല്ലോ, അവർ ഈ CPM എന്ന് രാജിവെച്ചിട്ട് വേറെ വല്ല പാർട്ടി നോക്കിക്കൂടെ? അവർ സംരക്ഷിക്കാത്ത പാർട്ടിയിൽ എന്തിനാ അവർ നിൽക്കുന്നത്? ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാൻ പോകുന്നത് വേണ്ടെന്നാണ് അവർ പറഞ്ഞു കഴിഞ്ഞു. അന്വേഷണം വേണ്ട, CBI അന്വേഷണം വേണ്ടെന്ന് പറയുകയാണെന്നുള്ളത്. അതായത് ഇവിടെ പറഞ്ഞെന്താ, പാർട്ടി ഒപ്പം ഉണ്ട് എന്ന്. പാർട്ടി ഒപ്പമുണ്ട്, ആരുടെ ഒപ്പമുണ്ട്? തല്ലുന്നതിൻ്റെ ഒപ്പമുണ്ട്, SFI നേതാക്കളൊപ്പമുണ്ട്, അവിടുത്തെ യൂണിറ്റ് നേതാക്കളൊപ്പമുണ്ട്. അല്ലാതെ തല്ലുകൊള്ളുന്നതിനൊപ്പം അല്ല. ഇവനെ ഒരു ഭിന്നശേഷിക്കാരനല്ലേ, ഓനെ സഹായിച്ചിട്ട് ഇപ്പോൾ എന്ത് ചെയ്യാനാ? നാളത്തെ ഗുണ്ടകൾ, വളർന്നു വരുന്ന ഗുണ്ടകളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടെ CPM നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇത് 4 ദിവസം കഴിയുമ്പോൾ ഈ അനസ് പഠിപ്പ് നിർത്തി വേറെ എങ്ങോട്ടെങ്കിലും പോവും, അതാണ് ഉണ്ടാകുക. അയാൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള പഠനം നിർത്തിയിട്ടിരിക്കുന്നല്ലാതെ ഈ SFIൻ്റെ ഈ പറഞ്ഞ ഗുണ്ടകളെ, ഇയാളെ തല്ലിയിട്ടുള്ള ആൾക്കാരെ പിടിക്കുമെന്നോ അവർ ശിക്ഷിക്കുമെന്നോ കരുതേണ്ടതില്ല. അമ്മാതിരിയുള്ള ഒന്നും നടക്കാൻ പോകുന്നില്ല. എന്താ പറഞ്ഞത്? കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി വി ജോയ്. ഇവിടെ പിണറായി വിജയനാണ് പറഞ്ഞത്, അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത് നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പമാണ്, എന്നിട്ട് ഞങ്ങൾ പ്രതികളെ സംരക്ഷിക്കില്ല എന്ന്. എന്നിട്ട് എന്താ ചെയ്തത്? PP ദിവ്യ പുറത്തിറങ്ങിയ സമയത്ത് പെണ്ണുപിള്ളയെ പറഞ്ഞു വിട്ടു സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വലിയ താലമിട്ട് സ്വീകരിച്ച് തഴപ്പായി വിരിച്ചു കൊടുത്തു നടന്നു വരാൻ വേണ്ടിയിട്ട്. അതാണല്ലോ സംഭവിച്ചത്. ഇവിടെ അതന്നെ സംഭവിക്കുന്നത്. ഈ വി ജോയൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇവിടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെ ഈ കേസ്